അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഇസ്ലാമിസം, ഇസ്ലാം സ്റ്റേറ്റ്, ഇസ്ലാമിക് മൂവ്മെൻറ്റ്സ് എന്ന നമ്മുടെ വർക്ക്ഷോപ്പിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ചും അതിൻ്റെ ആധാരമായ വിവിധ ആശയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇസ്ലാമിക രാഷ്ട്രീയ തത്വചിന്ത അത് ഖുർആനിൻ്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. ഇസ്ലാം എന്നത് ഒരു മതം എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാം അതിനെ കാണുന്ന ഒരു സമ്പൂർണമായ ഒരു ജീവിത സിസ്റ്റം, ഒരു ലൈഫ് വേ ഓഫ് ലൈഫ്, അതിൻ്റെ കൂടെ തന്നെ ഒരു സിസ്റ്റം എന്നൊക്കെ തരത്തിലുള്ള ഒരു ആശയമാണ് ഇസ്ലാം സ്വയം സമർപ്പിക്കുന്നത്. കാരണം 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ഒരു മതം എന്നതിനേക്കാളും അപ്പുറം മനുഷ്യകുലത്തിൻ്റെ തുടക്കം തന്നെ രൂപപ്പെട്ടതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം എന്ന രീതിയിലാണ് ഇസ്ലാം സ്വന്തമായി അവതരിപ്പിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്ത, ഇസ്ലാമിൻ്റെ സാമൂഹിക ചിന്ത, ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ വിവിധ തരത്തിലുള്ള ചിന്തകളുടെയും അടിസ്ഥാനം അത് ആദ്യ മനുഷ്യനിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നു എന്നതിലാണ്. കാരണം ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ദൈവപ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയം അത് തുടങ്ങുന്നത് ആദം അലൈഹിസ്സലാമിൽ നിന്നാണ്, ആദം നബിയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഖുർആൻ ആ വിഷയത്തെ പരാമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയിൽ എക്കാലത്തും ഖിലാഫത്ത് എന്ന ആ പദപ്രയോഗം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ വിഷയം നമുക്ക് വഴിയിൽ സംസാരിക്കാം. ഞാൻ പറഞ്ഞത്, ആദ്യ മനുഷ്യനിലേക്ക് ഖിലാഫത്ത് എന്ന പദം ഖുർആൻ കണക്ട് ചെയ്യുന്നത് നമുക്ക് സൂറ അൽ ബഖറയിലെ ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയായി ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള പരാമർശം നമുക്ക് കാണാം. അതും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള മലക്കുകളുമായിട്ടുള്ള പരാമർശം എന്ന നിലയിലാണ് ഖുർആൻ ആ വിഷയം സംസാരിക്കുന്നത് തന്നെ. അതിനാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാകുന്നു എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയുടെ തുടക്കം കുറിക്കുന്നു. അതായത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് മുമ്പേ തന്നെ ദൈവവും മലക്കും, അള്ളാഹും മലക്കുകളും തമ്മിലുള്ള ചർച്ചയിൽ തന്നെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ ആരംഭം കുറിക്കുന്നതായും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നത് മുഹമ്മദ് നബി രൂപീകരിച്ച ഒരു മതം എന്നതിനേക്കാളും അപ്പുറം ലോക ചരിത്രവുമായും ഉൽപ്പത്തിയുമായും തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയിലെ ഏറ്റവും സുപ്രധാനമായ വശം. ഈ ഒരു ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയെ തുടക്കം കുറിക്കേണ്ടത് തന്നെ. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫിലോസഫി എന്നോ തോട്ടെന്നോ ചിന്തയെന്നോ നമ്മൾ പല രീതിയിൽ വിളിച്ചാൽ പോലും ഇതിൻ്റെ പ്രധാനമായ ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അത് ഖുർആൻ, സുന്ന എന്ന് പറയുന്ന രണ്ട് അടിയന്തിരമായ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അതായത് അള്ളാഹുവിൻ്റെ വചനം അതാവണം ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഇസ്ലാമിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ജ്ഞാനശാസ്ത്രത്തിൻ്റെ ചർച്ചയെ നമുക്ക് ഈ വിഷയത്തെ കണക്ട് ചെയ്യുന്നത് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ തിയോളജിയുടെ വിഷയമായി ബന്ധപ്പെട്ടോ ഫിലോസഫി ആവട്ടോ അതുപോലെ തന്നെ തോട്ട് ആവട്ടെ, എന്തു തന്നെ ആവട്ടെ, ഏത് തരം ജ്ഞാനശാഖയുടെ വിഷയത്തിലും ഖുർആൻ അടിയാധാരമായി മാറുന്നു. അള്ളാഹുവിൻ്റെ വാക്ക് അത് അപ്രമാദിത്വമുണ്ടാകുന്നു. ആ അള്ളാഹുവിൻ്റെ വാക്ക് നടപ്പിലാക്കുന്നതിലേക്കാണ് ഈ പൊളിറ്റിക്കൽ ഫിലോസഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ ചർച്ചകളും അതുമായും അതിൻ്റെ ഇംപ്ലിക്കേഷനുമായും അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റു തല നിരീക്ഷണങ്ങളുമെല്ലാം ഖുർആനിലേക്ക് കടപ്പെട്ടിരിക്കുന്നു, ഖുർആനിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്തയുടെ അത് ലീഗൽ ഫ്രെയിംവർക്ക് ആവട്ടെ അല്ലെങ്കിൽ അത് നിയമസാധുതയുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ ഖുർആനിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. രണ്ടാമത്, അതിനെ വിശദീകരിക്കുവാൻ വന്ന ഖുർആനെ ഏറ്റെടുത്ത അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുവാനായിട്ട് അള്ളാഹു ലോകം സൃഷ്ടിച്ചത് മുതൽ വിവിധ പ്രവാചകന്മാർ വരുന്നത് അതത് കാലത്തെ അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാതാക്കളായി അല്ലെങ്കിൽ ആഖ്യാതാവായി അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളായോ അതത് പ്രവാചകന്മാർ മാറുന്നു.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി ഖുർആനിന്റെ വ്യാഖ്യാതാവായും ആഖ്യാതാവായും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ പൊളിറ്റിക്കൽ തിയറി, എല്ലാ തിയറിയെയും എല്ലാ ചർച്ചകളും എല്ലാ വീക്ഷണങ്ങളുടെയും അടിസ്ഥാനം എന്നതുപോലെ തന്നെ ഖുർആൻ ബേസ്ഡായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ തിയറിയുടെയും അടിസ്ഥാനം ഖുർആനും സുന്നത്തുമായി മാറുന്നു. ഇതിന്റെ ഭാഗമായി പിന്നീട് ഈ തിയറിയുടെ ഇസ്ലാമിക ചിന്തയുടെ ഒരു അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ദ ചാർട്ടർ ഓഫ് മദീന അല്ലെങ്കിൽ സഹീഫത്തുൽ മദീന എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയതിനു ശേഷം ഒരു ഗവർണൻസ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായിരുന്ന യഹൂദ വിഭാഗങ്ങളെയും കുറച്ച് ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും, അതായത് മക്കയിൽ നിന്ന് വന്ന മദീനയിലേക്ക് എത്തിയ മുസ്ലിങ്ങളായ മുഹാജിറുകളെയും അവരെ സഹായിച്ച മുസ്ലിങ്ങളായ മദീനൻ നിവാസികളായ അൻസാരികളെയും അവിടെയുള്ള നിവാസികളായ ബാക്കിയുള്ള വിഭാഗങ്ങളെല്ലാം ചേർത്തുകൊണ്ട് രൂപീകരിച്ച ദ ചാർട്ടർ ഓഫ് മദീന, മദീന ചാർട്ടർ അല്ലെങ്കിൽ സഹീഫ മദീന എന്ന് പറയുന്ന ആ സോഴ്സ് മദീനയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന ഒരു ആധാരമായി മാറുന്നു. അതുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലും ഈ മദീന ചാർട്ടറും ഈ പിന്നീട് വന്ന എല്ലാ പൊളിറ്റിക്കൽ തിയറിയുടെയും എല്ലാ സോഷ്യൽ കൾച്ചറൽ ഒരു സോഷ്യൽ എൻഗേജ്മെന്റ് കാര്യത്തിലാണെങ്കിലും നോൺ മുസ്ലിങ്ങളോടുള്ള, അതായത് ഒരു ഇസ്ലാമിക ഭരണം എന്ന നിലയിൽ വിവിധ സബ്ജക്റ്റുകളോടുള്ള ഇടപെടലുകൾ എന്താവണമെന്ന് വിശദീകരിക്കുന്നത് ഈ ഒരു സഹീഫ മദീനയുടെ അടിസ്ഥാനത്തിലാണ്. വളരെ അബ്സ്ട്രാക്ട് രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. വളരെ വിശദമായ ചർച്ചയാണെങ്കിലും മെയിൻ പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഊന്നുന്നത്. അതിനുശേഷം പിന്നീട് സലഫുകളുടെ അവരുടെ ജീവിത അനുഭവങ്ങളാണ്, അവരുടെ തീരുമാനങ്ങളാണ്, അവരുടെ കൽപ്പനകളാണ്, അവരുടെ അനുധാവനമാണ്. അതുകൊണ്ടാണ് അതിനുശേഷം വന്ന, അതായത് മുഹമ്മദ് നബിക്ക് ശേഷം വന്ന 4 ഖലീഫമാരും അതിനുശേഷമുള്ള തലമുറയും അവർക്ക് ശേഷമുള്ള താബികളും താബികളും സലഫ് എന്ന് പൊതുവെ വിളിക്കുന്നവരെല്ലാവരുടെയും അനുഭവങ്ങൾ ഈ ഒരു ഇസ്ലാമിൻ്റെ എല്ലാ തിയറികളുടെയും, അത് ലീഗൽ ആവട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, റിലീജിയസ് ആവട്ടെ, റിച്വൽ ആവട്ടെ, എല്ലാ തിയറികളിലും അടിയാധാരമായി വർത്തിക്കുന്നത് കൊണ്ട് പ്രൈമറി സോഴ്സുകളിൽ പ്രധാനമായും സലഫുകളുടെ ജീവിതത്തെയും അവരുടെ തീരുമാനങ്ങളുടെയും നിലപാടുകളെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ലീഗൽ തിയറിയുടെ ഫോർമേഷനാണ് പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ധാരണ നമുക്ക് അനിവാര്യമായും വേണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പല രീതിയിൽ സംസാരിച്ചതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും 3 സ്തംഭങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്, അവിടെ ഒരു ചർച്ചും അല്ലെങ്കിൽ ഒരു അധികാരവും മാറി മാറി നിൽക്കുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയ ഒരു സംവിധാനത്തെ അല്ല ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. രണ്ടും ഒരേപോലെ തന്നെ ചേർന്നിരിക്കുന്ന, ഒരേ നാണയത്തിൻ്റെ ഇരുവശമായി മാറിയിരിക്കുന്ന ഒരു രീതിയാണ്. ഭരണകൂടവും ആ ഭരണകൂടം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ വർത്തിക്കുന്ന, അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണത്തെ, ഒരു പവറിനെയാണ് ഇസ്ലാം എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സും പവർ ഇസ്ലാമിൽ ഖുർആനിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ നടത്തിപ്പിന് അധികാരം ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ചിന്ത മുന്നോട്ട് വെച്ചത് ഈ ഒരു ആശയമുള്ളത് കൊണ്ടാണ്. ഈ ഒരു ചിന്തയ്ക്ക് പ്രധാനമായും 3 അടിസ്ഥാന സ്തംഭങ്ങളാണുള്ളത്. ഒന്ന് തൗഹീദ് എന്നതുള്ളതാണ്. അള്ളാഹു അൾട്ടിമേറ്റ് ക്രിയേറ്റർ ആയിരിക്കെ, അവനാണ് നിയമദാതാവ് എന്ന രീതിയിലായിരിക്കെ, അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അതോറിറ്റി അബ്സല്യൂട്ടായി നിരുപാധികമായി അള്ളാഹുവിന് മാത്രമാവുക, ആ അള്ളാഹു നൽകുന്ന നിയമത്തിന്, ശരീഅത്തിന് അടിസ്ഥാനമായി ബാക്കിയുള്ളവരെല്ലാവരും എത്തിച്ചേരുക എന്നതാണ് തൗഹീദിന്റെ നിയമപരമായി പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ തൗഹീദ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. കാരണം തൗഹീദിന്റെ തന്നെ വിവിധ രീതികളുണ്ടല്ലോ, വിവിധ വിഭാഗങ്ങൾ തന്നെയും. അത് തൗഹീദുൽ ഉലൂഹിയ, അതായത് ദൈവാധിപത്യവുമായി ബന്ധപ്പെട്ട, ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ഏകത, അത് അള്ളാഹുവിന് മാത്രമാവുക. തൗഹീദുർ റുബൂബിയ്യ, അതായത് സംരക്ഷണവും പരിപാലനവും നീക്കങ്ങളും നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുണ്ടോ, റബ്ബിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഏകത, അത് അള്ളാഹുവിന് മാത്രമായി മാറുക. അതുപോലെ തന്നെ തൗഹീദുൽ ഉബൂദിയ്യ, അടിമത്തം, അനുസരണം, അനുധാവനം,
ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ ഏകതയും അള്ളാഹുവിലേക്ക് മാത്രം എത്തിച്ചേരുക. അസ്മാ വ സിഫാത്ത് എന്ന് പറയുന്ന മറ്റൊരു നാലാമത്തെ ഘടകവും നമുക്ക് തൗഹീദിൽ കാണാം. അള്ളാഹുവിന്റെ വിവിധ നാമങ്ങളും അള്ളാഹുവിന്റെ വിശദീകരണങ്ങളും എല്ലാം അവന് മാത്രം വിധിക്കപ്പെട്ടതാണെന്നും ആ ഒരു ധാരണ അത് അഖീദയുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ ചിന്തയുടെ കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിന് മാത്രം പതിച്ചു നൽകുക എന്ന് പറയുന്ന ഒരു ആശയം തൗഹീദുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന നമുക്ക് ഖുർആനിലും സുന്നത്തിലും സലഫ് സാലിഹ്യങ്ങളുടെ ചിന്തകളിലും നമുക്ക് കാണാം. ഈ തൗഹീദിന്റെ വാഹകനാണല്ലോ റസൂൽ, ദൂതൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ തൗഹീദ് എന്നതിൻ്റെ വിശദീകരണമായി റിസാലത്ത് മാറുന്നു. ആ ദൂതൻ എന്ന് പറയുന്ന ഒരു പദവി എത്തിച്ചേരുന്നു. ആ റസൂലിന്റെ, ആ ദൂതന്റെ സുന്നത്ത് ജീവിതം മുഴുവനും പ്രൈമറി സോഴ്സായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ വ്യാഖ്യാതാവും ആഖ്യാതാവും എന്ന നിലയിൽ റസൂലിന്റെ ജീവിതവും ആ റസൂൽ കാണിച്ചു തന്ന ജീവിതവും അദ്ദേഹത്തിന്റെ ഭരണവും അനക്കങ്ങൾ പോലും ഒരു തരത്തിൽ ഈ ശരീഅത്തിന്റെ തന്നെ അടിസ്ഥാനമായി മാറുന്നു. അതായത് പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ തന്നെ അടിസ്ഥാനമായി മാറുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ നാം ക്ലാസ്സിൽ ആദ്യം വിശദീകരിച്ചതുപോലെ ഖിലാഫത്ത് എന്ന് പറയുന്ന, പ്രതിനിധി എന്ന് പറയുന്ന ഒരു ആശയം അത് മുഹമ്മദിൽ നിന്നല്ല തുടങ്ങുന്നത്, അത് ആദമിൽ നിന്ന് തന്നെയാണെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതൊരു ഓരോ വ്യക്തിയും ഖലീഫമാരായി മാറുന്നു. അതുപോലെ തന്നെ ആ ഒരു കൺസെപ്റ്റ് പൊളിറ്റിക്കൽ അതോറിറ്റിയിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ശക്തമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഖിലാഫത്ത് എന്നത് ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ ഒരു അമാനത്താണ്, ഒരു ട്രസ്റ്റാണ്, ഒരു ഏറ്റെടുക്കേണ്ട, ഒരു സത്യസന്ധമായി സൂക്ഷിക്കേണ്ട ഒരു സൂക്ഷിപ്പ് സ്വത്ത് പോലെയാണ്. അതുപോലെ തന്നെ ആരാണോ ഭരണാധികാരി അയാൾ ഒരിക്കലും ഒരു ദൈവികമായ ഒരു രാജാവ് എന്ന രീതിയിലല്ല ഇസ്ലാം ആ അധികാരത്തെ കാണുന്നത്, അല്ലെങ്കിൽ അധികാരം വഹിക്കുന്ന അധികാരിയെ കാണുന്നത്. പകരം അള്ളാഹുവിന്റെ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉത്തരാധികാരി, ഒരു ട്രസ്റ്റി എന്ന് മാത്രമാണ് ഈ ഖലീഫയെ ഇസ്ലാം കാണുന്നത്. അപ്പൊ ഈ തരത്തിൽ ഖിലാഫത്ത് എന്ന് പറയുന്നത് വളരെ വിശദമായ ചർച്ചയാണ്. ചുരുക്കി പറഞ്ഞാൽ ഖിലാഫത്ത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ അള്ളാഹുവിൻ്റെ ഏൽപ്പിക്കപ്പെടുന്ന പ്രാതിനിധ്യം അമാനത്തോടെ ആ ഒരു സൂക്ഷ്മതയോടുകൂടിയും ട്രസ്റ്റിയായി കൊണ്ട് നടക്കുന്ന ഒരാളെന്ന നിലയിലാണ്. അത് മാത്രമല്ല, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ പെടുന്ന ഒരു സേവകൻ എന്ന നിലയിലാണ്. കാരണം സയ്യിദുൽ ഖൗമി ഖാദിമുഹും, മുഹമ്മദ് നബി പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ, ജനങ്ങളുടെ നേതാവ് എന്ന് പറയുന്നത് അവരുടെ സേവകനാണ്. അല്ലാതെ ഒരു അധികാരിയും ഒരു സ്വേച്ഛാധിപതിയോ ഒരു രാജാവായി മാറാനോ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ ഒരു ഭരണകർത്താവിന് കഴിയില്ല എന്നില്ലാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ടോളറൻസിന്റെയും അല്ലെങ്കിൽ ജസ്റ്റിസിന്റെയും ഇസ്ലാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കുന്നതിൽ അപര്യാപ്തത വരും എന്ന് ഈ ഒരു വിഷയം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിന്തയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഷൂറ എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഭാഗമായി, അടിസ്ഥാന തത്വമായി പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ കാണാം. കാരണം ഷാവിർഹും ഫിൽ അംർ, ഖുർആൻ അവരുമായി വിശ്വാസികളോട് കൽപ്പിക്കുന്നത് കാണുവാൻ കഴിയും. എല്ലാ കാര്യത്തിലും കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. വ അംറുഹും ഷൂറ ബൈനഹും, മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു അവരുടെ ഒരു കാര്യം അവർ പരസ്പരം ചർച്ചകൾ ചെയ്ത് തീരുമാനിക്കുന്നതാണ് അവരുടെ രീതി എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. അത്രത്തോളം ഷൂറയെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യകാലങ്ങളിൽ ഈ ഇസ്ലാമിൻ്റെ ക്ലാസിക്കൽ മെഡീവൽ കാലങ്ങളിൽ ഷൂറ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ അത് മാൻഡേറ്ററി ആണോ അല്ല ഓപ്ഷണൽ ആണോ എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നത് കാണുവാൻ കഴിയും. കാരണം എന്നാലും ഷൂറ അനിവാര്യമായി മാറുന്നു. അത് എല്ലാവരും സംസാരിക്കണമോ, അതല്ല അതിന് മാത്രം ഒരു ടീം ഉണ്ടായാൽ മതിയോ എന്നൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിൽ ചർച്ച. എന്നാൽ ആധുനിക പണ്ഡിതന്മാർ ഈ ഷൂറ എന്ന സംവിധാനത്തെ ഇന്ന് നിലവിലുള്ള പാർലമെന്ററി ഡെമോക്രസിയുടെ ആശയങ്ങളോട് ചേർത്ത് വായിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഷൂറ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെമോക്രസിയുമായി കമ്പാറ്റബിൾ ആണ് എന്ന തരത്തിലേക്ക് ചിന്തകൾ എത്തിച്ചേരുന്നതും അതിന് കൂടുതൽ സ്വീകാര്യമാവുന്ന തരത്തിലുള്ള വായനകൾ ഉണ്ടാവുന്നതും നമുക്ക് കാണാം. കാരണം ഇക്കാലങ്ങളിൽ ആ രീതിയിലാണ് മുലൂക്കിയത്ത് എന്നതിനേക്കാളും അപ്പുറം ജനപ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടാണ് ആധുനിക പണ്ഡിതന്മാർ ചിന്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. മറ്റൊന്ന് ജസ്റ്റിസ് ആണ്, നീതി എന്നുള്ളതാണ്. നീതി എത്രത്തോളം എന്നാൽ മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു, കുഫർ എന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, അതായത് ദൈവനിഷേധവും
ദൈവനിഷേധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു 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 അരാജകത്വമായ ചിന്തകളൊക്കെ സമൂഹത്തിൽ ഒരുപക്ഷെ സാധ്യമായേക്കാം. എന്നാൽ ഗുൽമിനെ, അക്രമത്തെ ഒരിക്കലും എന്തില്ല, അംഗീകരിക്കുവാൻ കഴിയില്ല. കാരണം അങ്ങനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാനുള്ള കഴിവില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക നീതി, ഒരു സാമ്പത്തിക ഈക്വിറ്റി, ഒരു എക്കണോമിക് ഈക്വിറ്റി, നിയമപരമായ ജുഡീഷ്യൽ ഫെയർനെസ് എന്നൊക്കെയും അത് നടപ്പിലാക്കുവാൻ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി പ്രത്യേകം ശ്രദ്ധ ഊന്നുന്നത് കാണുവാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായി ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഈ ഉമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മുസ്ലിം ഉമ്മ എന്നതിലേക്ക് മാത്രമല്ല, കാരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഉമ്മ എന്ന് പറയുന്നത്. കാരണം മദീന ചാർട്ടറിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിവിധ സമൂഹങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉമ്മ എന്ന് പറയുന്ന പദപ്രയോഗം മദീന ചാർട്ടറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാധാരണ ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം ഒരു ഫോക്കസ് ചെയ്യുന്നത് കാണുവാൻ കഴിയും. കാരണം ശരീഅത്ത് നിയമം നേരിട്ട് ബാധകമാവുന്നത് അത് മുസ്ലിങ്ങൾക്കാണെങ്കിലും, എന്നാൽ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ആശയം ഖുർആൻ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം യാ യുന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബാഇല ലിതആറഫു എന്ന് പറയുന്ന ഒരു ആയത്ത് തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാം. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളെ വിവിധ ഗോത്രങ്ങളായും വിവിധ സമൂഹങ്ങളുമായും വേർതിരിച്ചിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഈ പരസ്പരം തിരിച്ചറിയുന്നതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നവരാരോ അവരാണ് എന്നിൽ ഏറ്റവും കൂടുതൽ, എൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു ആയത്ത് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിക്കുന്ന ഒരു ഉമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് കാണാം. കാരണം ഈ ഉമ്മ എന്ന് പറയുന്ന സ്പെസിഫിക് ആകുമ്പോൾ നിയമം ബാധകമാകുന്ന മുസ്ലിം സമൂഹമായും അതല്ല ഒരു ഭരണത്തിന് കീഴിലുള്ള എല്ലാവരും ഒരു ഉമ്മയോടുകൂടി ഉമ്മ എന്ന് പറയുന്ന ഒരു മുഴുവൻ സമൂഹമായി ജീവിക്കണമെന്ന് പറയുന്ന വിവിധ ചിന്തകളും നമുക്ക് അതിൻ്റെ കൂടെ കാണാം. അപ്പോൾ ഉമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് അനിവാര്യമായി മാറുന്നു എന്നതും കൂടി പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മറ്റൊന്ന് മസ്ലഹത്താണ്. അതായത് എന്തിനാണ് നിയമം നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ തിയറി, ലീഗൽ തിയറി എന്നതെല്ലാം ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിളായി വരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്ത് വേണ്ടിയിട്ടാണ്, എന്തിനെ സംരക്ഷിക്കാനാണ്? അതിന് ഖുർആൻ തന്നെ അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഫിഖ്ഹി കിതാബുകളിൽ ഈ വിഷയം വളരെ വിശദമായി സംസാരിക്കുന്നത് കാണാം. കാരണം ലീഗാലിറ്റിയുടെ അടിസ്ഥാന തത്വങ്ങൾ കീപ്പ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, പ്രിസർവ് ചെയ്യുന്ന, പൊതുനന്മയെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നിയമരൂപീകരണമാണ്, സംരക്ഷണമാണ് ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഒരാളുടെ നഫ്സാണ്, ഒരു സെൽഫ്. അതായത് ഹിഫ്ലു നഫ്സ് എന്നാണ് പറയുക, പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ സെൽഫ്. ഒരാളുടെ ശരീരത്തെ, അയാളുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കാൻ, അത് മതം ഭേദമന്യേ തന്നെ എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റുന്ന ആശയമാവണം, നിയമമാവണം, ശരീഅത്താവണം ഇസ്ലാമിൽ ഉണ്ടാവേണ്ടത് എന്ന് ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി പറയുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ലീഗൽ തിയറിയും പൊളിറ്റിക്കൽ തിയറിയും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ലീഗാലിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണെങ്കിൽ പോലും അത് പൊളിറ്റിക്കൽ തിയറിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഈ സെൽഫ്, ഒരു മനുഷ്യൻ ആരോ ആവട്ടെ, അവൻ്റെ സംരക്ഷണം അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം ഉറപ്പുവരുത്തണം, ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കീഴിലുള്ള നിയമ സംവിധാനം ഉറപ്പുവരുത്തണം എന്നാണ് ഈ ഖുർആൻ അല്ലെങ്കിൽ ശരീഅത്തിന്റെ പ്രത്യേകമായ നിർദ്ദേശം. രണ്ടാമത്, ഓരോരുത്തരുടെയും ദീനിനെ, അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ഖുർആൻ പറയുന്നത് കാണുവാൻ കഴിയും. കാരണം ഖുർആൻ പല ഭാഗങ്ങളിൽ നല്ലവരായ ആൾക്കാരില്ലായിരുന്നുവെങ്കിൽ അവിടെയുള്ള മഠങ്ങളും അവിടത്തുള്ള സിനഗോഗുകളും മറ്റുള്ള ആരാധനാ മന്ദിരങ്ങളുമെല്ലാം തകർക്കപ്പെടുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നത് കാണുവാൻ കഴിയും. യുദ്ധ സാഹചര്യങ്ങളിലെല്ലാം ഈ പറയുന്ന ഇതര മതസ്ഥരുടെ ആരാധനകൾ സംരക്ഷിക്കണമെന്നും അതിന് കേടുപാടുകൾ പറ്റരുത് എന്നും പറയുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത മറ്റൊരു മനുഷ്യന്റെ ശരീരത്തെയും അവനുമായി ബന്ധപ്പെട്ടതിനെ നശിപ്പിക്കുകയാണെങ്കിൽ, നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ ശിക്ഷ മുസ്ലിങ്ങൾക്ക് വിധിക്കുന്ന നിയമ നടപടികൾ പോലും ഉണ്ടായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത് അഖ്ല്, ബുദ്ധി എന്നുള്ളതാണ്, ഇന്റലക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ഇന്റലക്റ്റിനെ നശിപ്പിക്കുന്നതൊന്നും നിയമമായി രൂപപ്പെടാൻ പാടില്ല എന്നാണ്
ലീഗൽ തിയറിയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും ബൗദ്ധിക സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഡിഗ്നിറ്റി, ഹിഫ്ലുൽ ഐറദ്, അഭിമാന സംരക്ഷണം ഇസ്ലാമിൻ്റെ ഈ ഒരു പൊളിറ്റിക്കൽ തിയറി, ലീഗൽ തിയറിയുടെയും ഭാഗമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഓരോ മനുഷ്യൻ്റെയും അഭിമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഓരോരുത്തരെയും അള്ളാഹു വലക്കത് കറംനാ ബനി ആദം, ആദമിൻ്റെ എല്ലാ മക്കളെയും നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ അള്ളാഹു നൽകിയ ആദരവിനെ മറ്റൊരാൾക്ക് പിച്ചു ചീന്തുവാനുള്ള അധികാരമില്ല എന്ന് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. മറ്റൊന്നാണ് ഹിഫ്ദുൻ നസ്ൽ എന്നാണ് പറയുക. അവൻ്റെ ഫാമിലിയും തറവാടും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടും ലീനേജുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രൊട്ടക്ഷനും അതിൻ്റെ പ്രിസർവേഷനും. ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബത്തെയും അതിനെ സംരക്ഷിക്കാനുള്ള അനിവാര്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി വളരെ ഡിസ്കഴ്സീവായ ഒരു ചർച്ചയാണ്. കാരണം ഖുർആൻ ഈ ഫാമിലിയെ പ്രത്യേകം ഊന്നുന്നത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിലെ 2ാം ഘട്ടം എന്ന നിലയിലാണ്. വ്യക്തി, കുടുംബം എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്ന പദപ്രയോഗം ഖുർആൻ ധാരാളം ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. മാതാപിതാക്കളോടുള്ള നല്ല സഹവർത്തിത്വം അത് ഇബാദത്തിനോട് ചേർത്തുകൊണ്ടും അള്ളാഹുവിനോടുള്ള ആരാധനയോട് ചേർത്തുകൊണ്ടും ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭാഗത്തോടും ചേർത്തുകൊണ്ടും മാതാപിതാക്കളുള്ള കടമയെ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണുവാൻ കഴിയും. കാരണം കുടുംബത്തിൻ്റെ സംരക്ഷണം, കുടുംബത്തിൻ്റെ വളർച്ച, കുടുംബത്തിൻ്റെ പ്രിസർവേഷൻ എന്നത് ഈ ഇസ്ലാമിൻ്റെ തിയറിയിൽ പൊതുവായ അടിസ്ഥാനമായി മാറുന്നു. അതിൻ്റെ കൂടെ രണ്ടാമത് പറയുന്നത് തർബിയത്തുൽ ഔലാദ്, മക്കളുടെ സംരക്ഷണം, അവരുടെ ശിക്ഷണം എന്നുള്ളതാണ്. അതായത് മാതാപിതാക്കളുടെ അവരുമായിട്ടുള്ള നല്ല സഹവർത്തിത്വം ഒരു ഭാഗത്താകുമ്പോൾ രണ്ടാമത് മക്കളുടെ ശിക്ഷണം അനിവാര്യമായി മാറുന്നു. ഒരാൾ പിതാവാവുന്നത് ജനിപ്പിച്ചത് കൊണ്ട് മാത്രമല്ല, അവർ മക്കൾക്ക് മാതാവും പിതാവുമായി മാറുന്നതും കൊണ്ടും കൂടിയിട്ടാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ തിരിച്ചുമുള്ള പാരസ്പര്യം അനിവാര്യമായും പറയുന്നു. മൂന്നാമത് ഈ ഫാമിലിയിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ഹുഖൂഖു സൗജൈൻ എന്ന് പറയുന്ന പദപ്രയോഗമാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശ ഉത്തരവാദിത്തങ്ങൾ, അവകാശത്തെ മാത്രമല്ല അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തെ മാത്രമല്ല, അവകാശ ഉത്തരവാദിത്തങ്ങളുടെ പൂർത്തീകരണം എന്നാണ്. ഇതിനൊക്കെയും നിയമവും ഇതിനൊക്കെയും കൺസെപ്റ്റുമുണ്ട്. കാരണം ഫാമിലിയിൽ ഈ 3 ഘടകങ്ങൾ പ്രധാനമായി എടുത്ത് പറയുന്നത് ഫാമിലിയുടെ സംരക്ഷണം ഒരു സമൂഹത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രധാന ഘടകമാണ് എന്നതുകൊണ്ടാണ്. മറ്റൊന്ന് വെൽത്താണ്, ഒരാളുടെ ഹിഫ്ദുൽ മാൽ, സമ്പത്തിന്റെ സംരക്ഷണം. ഒരു സമ്പത്ത് എല്ലാ സമൂഹത്തിൻ്റെയും, വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും കമ്മ്യൂണിറ്റിയുടെയും എല്ലാം അടിസ്ഥാന ഘടകമാണല്ലോ. അതുകൊണ്ട് സമ്പത്തിന്റെ സംരക്ഷണം അനിവാര്യമായി മാറുന്നു. ആർക്കും മറ്റൊരാളുടെ അനുവാദമില്ലാതെ അന്യായമായി സമീപിക്കാൻ പോലും കഴിയില്ല എന്ന രീതിയിൽ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. അവസാനമായി ആധുനിക പണ്ഡിതന്മാർ ഹിഫ്ദുൽ അദ്ല്, നീതിയുടെ സംരക്ഷണം എന്നതും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാവരും കൂടെ ചേർത്ത് വെക്കുമ്പോൾ തന്നെ ഇസ്ലാം ഇത്രയത്തോളം വളരെ നിർബന്ധമായും വിശാലമായും തന്നെ ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ പദങ്ങളിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിലെ അടിസ്ഥാനമായ മറ്റൊരു ചിന്തയാണ് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തിയറി എന്ന നിലയിലോ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന ഒരു ചർച്ച പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഒന്ന് ഷാവുൽദ ദഹ്ലവിയാണ്, മറ്റൊന്ന് ആധുനിക കാലത്ത് മൗലാന മൗദൂദിയാണ്. ഇവർ രണ്ടുപേരുടെയും ചിന്ത വളരെ സാമ്യമുള്ളതാണ്. ഇതിനു മുമ്പ് ഈ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ കടമെടുത്തത് അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഷാവുൽദ ദഹ്ലവിയും 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മൗലാന മൗദൂദിയും രൂപപ്പെടുത്തിയാണ് എന്നതല്ല. കാരണം ഖുർആനിൻ്റെ അവതരണ രീതിയിൽ നിന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ നടപ്പാക്കിയ രീതിയിൽ നിന്നും സലഫ് സാലിഹ്കളുടെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത ചിന്തകളാണിത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഷാവുൽദ ദഹ്ലവി അതിനെ ബോട്ടം അപ്പ് തിയറി എന്ന രീതിയിലാണ്. കാരണം ഇസ്ലാമിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത ഒരു ട്രാൻസ്ഫോർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അത് രൂപപ്പെടുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ ഓരോരുത്തരും മാറാത്തിടത്തോളം കാലം ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റുകയില്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഖുർആനിലെ 2 അവതരണ കാലഘട്ടങ്ങളാണല്ലോ. ഒന്ന് മക്കി കാലഘട്ടം, അതായത് ഹിജ്റയ്ക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം, പിന്നീട് മദീനയിലേക്ക് പോയ കാലഘട്ടം. മക്കയിൽ ജീവിച്ചിരുന്ന 13 വർഷവും മദീനയിലുള്ള 10 വർഷവും, നുബുവത്തിന് ശേഷമുള്ള പ്രവാചകത്തിന് ശേഷമുള്ള 13 വർഷവും മദീനയിലുള്ള 10 വർഷവും. ഈ 2 കാലഘട്ടങ്ങളുടെ ഖുർആനിൻ്റെ അവതരണ രീതിയും
മുഹമ്മദ് നബിയുടെ ആശയങ്ങളുടെ ശിക്ഷണങ്ങളുടെ രീതിയും വളരെ വ്യത്യസ്തമാണ്. ഒന്ന് തിയറിറ്റിക്കലായി, സാംസ്കാരികപരമായി, ശിക്ഷണപരമായി ആശയങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മക്കൻ കാലഘട്ടം. ഖുർആനിലും അങ്ങനെ തന്നെയാണ്. മദീനയിൽ എത്തിയതിനു ശേഷമാണ് നിയമങ്ങളുടെ അവതരണങ്ങൾ ഉണ്ടായത്. എത്രത്തോളം എന്നാൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അത് നമസ്കാരം എന്ന് പറയുന്നത് അത് നിർബന്ധമാവുന്നത് മദീനയിലാണ്. സക്കാത്ത് നിർബന്ധമാവുന്നത് മദീനയിലാണ്. അതുപോലെ തന്നെ ഹജ്ജ് നിർബന്ധമാവുന്നത് മദീനയിലാണ്. നോമ്പും നിർബന്ധമാവുന്നത് മദീനയിലാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഈ 4 കാര്യങ്ങളും നിർബന്ധമാവുന്നത്, നിയമപരമായി നിർബന്ധമാവുന്നത് മദീനയിലാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഷഹാദത്തുൽ ഹക്ക്, സത്യസാക്ഷ്യം, അതായത് ഷഹാദത്ത് കലിമ എന്ന് നമ്മൾ പറയുന്ന സത്യസാക്ഷ്യം മാത്രമാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുസ്ലിമായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് മുസ്ലിം ആവേണ്ടത്, എങ്ങനെയാണ് മുസ്ലിമായി ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സാംസ്കാരികപരമായ ഒരു ഗ്രാജുവൽ ഗ്രൗത്ത് ആണ് അവിടെ രൂപപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിയമത്തിൻ്റെ വളർച്ചയാണ് മദീനയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതായത് ഒരു നിയമം സ്വീകരിക്കണമെങ്കിൽ അതിന് ആപ്റ്റായ, അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ ആവശ്യകത വേണം എന്ന് പറയുന്നത് നമുക്ക് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരു ബോട്ടം അപ്പ് തിയറിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഒരു സ്റ്റേറ്റ് സെൻട്രിക് തിയറി അല്ല. അത് തന്നെയാണ് ഷാവുൽ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. വിവിധ പടവുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അത് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് രൂപപ്പെടേണ്ടത്, അത് വ്യക്തിഗത മാറ്റങ്ങളിലൂടെ ആവണം. ആ വ്യക്തിഗത മാറ്റങ്ങളുടെ ആദ്യത്തെ കൂട്ടായ്മയായ കുടുംബത്തിൻ്റെ ഒരു സംസ്കരണം രൂപപ്പെടുന്നു. കുടുംബത്തിലേക്ക് മദീന എന്നാണ് അദ്ദേഹം പിന്നീട് പരിചയപ്പെടുത്തുന്നത്. മദീന എന്ന് പറഞ്ഞാൽ അത് സിറ്റി എന്ന് പറയുന്ന ഒരാശയത്തിലാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നത് ഡൽഹിയിലാണ്. ഷാവുൽ ദഹ്ലവി എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. ആ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നത് കൊണ്ടും അവിടെയുള്ള മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയമായ എല്ലാവിധ വ്യവഹാരങ്ങളുടെയും കേന്ദ്രമെന്ന നിലയിൽ ഡൽഹി സിറ്റി ആയിരുന്നത് കൊണ്ട് അദ്ദേഹം നഗരത്തിൻ്റെ ഒരു വളർച്ചയാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് വിവിധ നഗരങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു സംസ്കരണവും ട്രാൻസ്ഫോർമേഷനും അതൊരു ദൗലത്തിലേക്ക് എത്തുകയും അത് ഖിലാഫത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് പറയുന്ന ഒരു പടവുകളെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. അതേസമയം ഷാവുൽ ദഹ്ലവിയുടെ ഈ ചിന്തയെ കടമെടുത്ത മൗലാന മൗദൂദിയും 20-ാം നൂറ്റാണ്ടിൽ ചിന്തിച്ചത് ചെറിയൊരു ഡിഫറൻസോട് കൂടിയിട്ടാണ്. അദ്ദേഹം നഗരം എന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും ധാരാളം പ്രാധാന്യം വരുന്നത് കൊണ്ട് സൊസൈറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിഗത മാറ്റവും അതിലൂടെ ഒരു ഫാമിലിയുടെ പരിവർത്തനവും, ഫാമിലിയിൽ നിന്ന് വിവിധ ഫാമിലിയുടെ പരിവർത്തനങ്ങളിലൂടെ സാമൂഹികമായ ഒരു പരിവർത്തനവും, അതിലൂടെ ഒരു ഒരു ദേശത്തിൻ്റെ വളർച്ചയും ഒക്കെയാണ്. ആ തരത്തിലുള്ള ഒരു പടവുകളെ കുറിച്ചാണ് മൗലാന മൗദൂദി പോലും ചിന്തിച്ചത്. സാധാരണ ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം മൗദൂദി എന്ന് കേൾക്കുമ്പോൾ സ്റ്റേറ്റ് സെൻട്രിക്കായ, അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെയും പവറിൻ്റെയും അതോറിറ്റിയുടെയും ഒരു പവർ ഹൗസ് എന്ന രീതിയിൽ ആധുനിക ഇസ്ലാം വിരുദ്ധ, ഇസ്ലാമോഫോബിക്കായ ചർച്ചകളിലോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശന വിഷയങ്ങളിലോ മൗദൂദി ഉയർന്നു വരുന്നത് കാണാം. അപ്പോഴൊക്കെ ഈ തെറ്റിദ്ധാരണയാണ് പൊതുവേ ഉള്ളത്. മൗലാന മൗദൂദി 2 രീതിയിലും ചിന്തിച്ചത് നമുക്ക് കാണാം. അതായത് ഒന്ന്, രാഷ്ട്രത്തിൻ്റെ രൂപീകരണം എങ്ങനെ വേണമെന്നും അതിനുശേഷം ആ രൂപീകരിക്കപ്പെടുന്ന സ്റ്റേറ്റിൽ എങ്ങനെയാണ് നിയമം നടപ്പിലാക്കേണ്ടതെന്നുമാണ് അദ്ദേഹം രണ്ടാമത് ചിന്തിക്കുന്നത്. പാകിസ്ഥാനിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ആ ഒരു കാലഘട്ടത്തിലാണ്. അതേ സമയം തന്നെയും സ്റ്റേറ്റിൻ്റെ ഒരു വളർച്ചയും സമൂഹത്തിൻ്റെയും വ്യക്തിഗതവുമായ പരിവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ 2 ഘട്ടങ്ങളും ഒരുപോലെ സംസാരിച്ചത് കൊണ്ട് മൗലാന മൗദൂദിയെ ആ തരത്തിൽ മനസ്സിലാക്കണമെന്നും കൂടി ഞാൻ ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ കൂടെ രണ്ടാമത് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു ഇവല്യൂഷൻ ഉണ്ട് പൊളിറ്റിക്കൽ തിയറിക്ക്. കാരണം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫമാരുടെയും ഇമാമുമാരുടെയും, അതായത് 4 മദ്ഹബിൻ്റെ ഇമാമുമാർ, അവരൊക്കെയും ഈ സലഫുകളിൽ പെടുന്നവരാണെന്ന് നമുക്കറിയാം. അതായത് ഇസ്ലാം പറഞ്ഞ ഗ്ലോറിയസ് ആയ ജനറേഷനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനോ, പിന്നീട് അതിനുശേഷം വരുന്നതാണ് അടുത്ത നല്ല തലമുറ. സുമ്മല്ലദീന യലൂനോ, അതിനുശേഷമുള്ളതാണ് അടുത്ത തലമുറ. അതായത് ഈ 3 തലമുറയെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പവിത്രവും പുണ്യമായും പറയുന്നുണ്ട്. കാരണം നബിയോടും നുബുവത്തിനോടും പ്രവാചകത്വത്തിനോടും ആ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന നിലയിലുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആ സമൂഹത്തിൽപ്പെട്ട ഇമാമുമാരുടെ ചരിത്രവും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അവരുടെ ലീഗൽ തിയറി, പ്രത്യേകിച്ച് ഇമാമുമാർ കൂടുതൽ ജൂറിസ്പ്രുഡൻസിൽ ഭാഗവാക്കായതുകൊണ്ടും ആ ജൂറിസ്പ്രുഡൻസ് തന്നെ പൊളിറ്റിക്കൽ തിയറിയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ടും 4 ഇമാമുമാരുടെ കോൺട്രിബ്യൂഷനും ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാലും കുറച്ചും കൂടി ഈ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് എന്ന നിലയിൽ പരാമർശിക്കപ്പെട്ട ചില പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ഈ ക്ലാസിക്കൽ എറ 7 മുതൽ 13 നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന പ്രധാനമായും 1-2 പേരുണ്ട്. അതിലൊന്ന് മാവർദിയാണ്. മാവർദി അദ്ദേഹം ഈ ഖിലാഫത്തിനെ കുറിച്ചുള്ള തിയറികളുടെ ഒരു കോഡിഫിക്കേഷൻ നടത്തുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ അൽ അഹ്കാം സുൽത്താനിയ എന്ന് പറയുന്ന രചനയിൽ ഈ വിഷയം കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ പൊതുവേ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതായത് സുന്നി മുസ്ലിം സമൂഹങ്ങളുടെ പൊതുവായ ഒരു കാഴ്ചപ്പാടിൽ ഖുറൈശി സമൂഹത്തിൽ നിന്ന് വേണം നേതാവ് എന്ന് പറയുന്ന ഒരു കാഴ്ച, ഒരു വീക്ഷണം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അഇമ്മത്തു മിൻ ഖുറൈശിൽ നിന്നാണ് നേതാക്കന്മാർ, ഇമാമുമാർ എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. എന്നാൽ അതേ സമയം തന്നെയും നിങ്ങളുടെ നേതാവായ ഒരു അബിസീനിയക്കാരനായാൽ പോലും, ചുരുണ്ട മുടിയുള്ള കറുത്ത വർഷക്കാരനായ ഒരാളാണെങ്കിൽ പോലും അയാളുടെ ഇമാമത്ത് അംഗീകരിക്കണമെന്ന് പറയുന്ന നബിയുടെ വചനങ്ങൾ വേറെയുമുണ്ട്. അതുപോലെ തന്നെ ഖുറൈശികളല്ലാത്ത ആൾക്കാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഹദീസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ഭരണകർത്താവ് ഖുറൈശിൽ നിന്നാവണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ റിജക്റ്റ് ചെയ്യുന്ന പണ്ഡിതന്മാരും നമ്മുടെ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഭരണകർത്താവ് എന്ന് പറയുന്നത് ശക്തനാവുകയും വിവരമുള്ളവനാവുകയും മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ ഒരു ഐക്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളായി മാറുകയും ചെയ്യണമെന്ന് ഒരു കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തരത്തിലാണ് അൽ മാവർദി ചിന്തിച്ചത്. എന്നാൽ ഫാറാബിയും അദ്ദേഹത്തിന്റെ വളരെ വ്യത്യസ്തമായ രീതിയാണ്. മാവർദി എന്ന് പറയുന്നത് ഫിഖ്ഹി കാഴ്ചപ്പാടിലൂടെ, നിയമപരമായ കാഴ്ചപ്പാട് ചിന്തിച്ചപ്പോൾ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച ഫാറാബി, അദ്ദേഹം അൽ മദീനത്തുൽ ഫാളില എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമികമായ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് വളരെ നബിയുടെ മദീനയുടെ മാതൃകയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അദ്ദേഹത്തിന്റെ രചനയിൽ നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നാലും അവർ ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാവണം ഭരണകർത്താവ്, ഒരേ സമയം തന്നെ ഹക്കീമായ, വിവരമുള്ള, ജ്ഞാനമുള്ള, അതുപോലെ തന്നെ നബിയായ ആ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള മദീനയുടെ റെപ്ലിക്കയാവണം പിന്നീട് രൂപപ്പെടേണ്ടത് എന്ന രീതിയിൽ അദ്ദേഹം ചിന്തിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഭരണകർത്താവിന് കൂടുതൽ ലോജിക്കായി പെരുമാറാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സാമൂഹികമായ വളർച്ച, അവരുടെ എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയെ ഉദ്ദേശിക്കുന്ന നയനിലപാടുകളെയും അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകനാണ് ഇബ്നു അറബി. ഇബ്നു അറബി അദ്ദേഹത്തെ മിസ്റ്റിക്കൽ ഫിലോസഫി എന്നോ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സൂഫിസം എന്നൊക്കെയോ തരത്തിൽ വേർതിരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. എന്നാലും പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഇദ്ദേഹത്തിൻ്റെയും സംഭാവന വളരെ അനിവാര്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സാധാരണ ഇസ്ലാമിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചർച്ച അത് നബിയുടെ അനുയായി, അതായത് ഖലീഫത്ത് റസൂലിന്റെ ഉത്തരാധികാരി എന്ന് പറയുന്ന തരത്തിലേക്കായിരുന്നു ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയും ലീഗൽ തിയറിയും കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇബ്നു അറബി അതിന് ബദലായി ഖലീഫത്തുള്ള, അള്ളാഹുവിന്റെ ഖലീഫ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് കാണാം. കാരണം ഈ ഒരു ചിന്ത സജീവമായത് പിൽക്കാലത്ത്, അതായത് തുർക്കികളുടെ, ഉസ്മാനികൾ എന്ന് പറയുന്നത് തുർക്ക് വംശജരാണ്, അവരുടെ അവരുടെ ഖിലാഫത്തിന് നിയമ സാധുത വേണമെങ്കിൽ അതിന് പറ്റിയ ഒരു സാഹചര്യം രൂപപ്പെടണമായിരുന്നു. കാരണം അവർ അറബികളല്ല, അവർ ഖുറൈശികളുമല്ല, അവർ തുർക്കാണ്, അവർ തുർക്കി വംശജരാണ്, അവർ തുർക്കി ഭാഷ സംസാരിക്കുന്നവരാണ്, മറ്റൊരു ലോകത്തുള്ളവരാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇബ്നു അറബിയുടെ ചിന്ത ഉസ്മാനി മേഖലകളിൽ സജീവമാവുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ ഖലീഫയെ കുറിച്ചിട്ടാണ് ഖുർആൻ പരാമർശിക്കുന്നത്. കാരണം ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന ആദമിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഖലീഫത്ത് റസൂലുള്ളാ എന്നത് അള്ളാഹുവിന്റെ ഖലീഫ ആരാണോ അയാൾ തന്നെയാണ് റസൂലിന്റെ ഖലീഫ.
അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള വ്യാഖ്യാനം ഉസ്മാനി മേഖലകളിൽ സജീവമാവുകയും അങ്ങനെ 1517 ഉസ്മാനികൾ ഹിജാസ് പിടിച്ചടക്കുന്നതോടുകൂടി ആദ്യത്തെ ഖലീഫയായി സലീം ഒന്നാമൻ സ്വയം പ്രഖ്യാപിക്കുന്നത് കാണാം. അതിന് അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള നിയമസാധുത, ഒരു തിയോളജിക്കൽ ലെജിറ്റിമസി എടുക്കുന്നത് ഇബ്നു അറബിയുടെ ഖിലാഫത്തുള്ള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഒരു വിഷയം വിശദമായി പഠിക്കുവാൻ തസവുഫ് ത്വരീഖത്തുകളുടെ ചരിത്രാഖ്യാനങ്ങൾ എന്ന് പറയുന്ന എൻ്റെ രചനയിൽ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയെക്കുറിച്ച് വിശദമായി ഞാൻ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഒരു മിഡീവൽ ഇറയെ കുറിച്ചിട്ടാണ്. 14 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു നൂറ്റാണ്ടുകളുടെ ചരിത്രം. ആ ഒരു സമയത്ത് പ്രധാനമായും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു ഖൽദൂൻ അടക്കമുള്ള ആൾക്കാരുടെ ഒരു സ്വാധീനമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രായോഗികവാദത്തെ മുന്നിൽ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ അസിയാസ ഷറായിയ പോലുള്ള കിതാബുകളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മിൻഹാജ് സുന്നയിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. സിയാസ ഷറയിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ശരിയ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിയാസ ഷറയ എന്ന് പറയുന്ന കിതാബിൻ്റെ അർത്ഥം. ഇതിൽ അദ്ദേഹം ശരിയത്ത് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിവേഴ്സൽ കാലിഫേറ്റിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ കഴിയും. കാരണം വ്യത്യസ്തമായ ഭരണകൂടങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവർ വേണ്ട തരത്തിൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ നീതിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ എന്നാൽ അത് മതിയാകും എന്ന് പറയുന്ന വിവിധ ഗവർണൻസുകളുടെ, ഒരേ സമയം വ്യത്യസ്ത ഗവർണൻസുകളുടെ സാധുതയെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അബ്ബാസ് ഖിലാഫത്ത് തകർന്നടിഞ്ഞു. മുസ്ലിങ്ങൾ അന്ന് വിവിധ ഡൈനാസ്റ്റികളായി, പ്രത്യേകിച്ച് ഈജിപ്തിലെ മംലൂക്കുകൾ, പേർഷ്യയിലെ ഇൽഖാനിദ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഏഷ്യൻ ഭരണകൂടങ്ങൾ, നോർത്ത് ആഫ്രിക്കയിലെ ഹഫ്സീദ് നടക്കുമെന്ന മറ്റു ചില ഭരണകൂടങ്ങളായി വിവിധ ഭരണകൂടങ്ങളായി തരംതിരിഞ്ഞു. ഇവർ പലപ്പോഴും സ്വന്തമായി തന്നെ ഖിലാഫത്ത് എന്ന രീതിയിൽ വാദിച്ചത് നമുക്ക് കാണാം. ആ സമയം അപ്പോഴും കെയ്റോയിൽ, അന്ന് ഈജിപ്തിൽ അബ്ബാസി ഖലീഫ എന്ന പേരിലൊരു നോമിനൽമായ ഒരു അധികാരമുണ്ടായിരുന്നു. എന്നാൽ മംലൂക്ക് ഭരണകൂടമായിരുന്നു അധികാരം നടത്തിയിരുന്നത്. ഖലീഫയ്ക്ക് ഒരു നോമിനൽ പദവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ഖിലാഫത്ത് അത് 30 വർഷം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഒരു മുലൂക്കിയത്താണ്, മുൽക്കാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇത് പറയാൻ കാരണം മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ്, ഒരു ട്രഡീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. കാരണം ആദ്യത്തെ 30 വർഷമായിരിക്കും ഖുലഫാ റാഷിദ ഉണ്ടാവുന്നതും, പിന്നീട് മലിക്കും റഹ്മത്തുള്ള മലിക്ക്, കാരുണ്യമുള്ള ഭരണകൂടമായിരിക്കും ഉണ്ടാവുന്നതും, പിന്നീട് കാരുണ്യമില്ലാത്ത ഭരണകൂടങ്ങൾ ഉണ്ടാവുകയെന്നും എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ആ യഥാർത്ഥത്തിലുള്ള ഖിലാഫത്ത് ആ 30 വർഷം കൊണ്ട് അവസാനിച്ചു എന്ന രീതിയിലും പിന്നീട് ഭരണകൂടങ്ങളാണ് വരിക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതേസമയം അദ്ദേഹം പറയുന്നത് ഏത് ഭരണകൂടങ്ങളാണെങ്കിൽ പോലും അവിടെ ശരീഅത്ത് വേണ്ട രീതിയിൽ നടപ്പിലാക്കുകയും അവിടെ ജസ്റ്റിസ് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ഭരണകൂടങ്ങൾ നിയമസാധുത ഉള്ളതാണ് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ ഒറ്റ ഭരണകൂടത്തിന്റെ കീഴിൽ വരണമെന്ന് അദ്ദേഹം വാശി പിടിച്ചതായി നമുക്ക് കാണുവാൻ കഴിയില്ല. വ്യത്യസ്ത ഭരണകൂടങ്ങൾ ഉണ്ടായാലും എന്നാൽ എല്ലാവരും ഒരുപോലെ തന്നെ അവിടെ ശരീഅത്ത് നടപ്പിലാക്കണം എന്ന ഒരു ആവശ്യം മാത്രമേ അദ്ദേഹം ആ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെച്ചതായി നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഓരോ ഭരണകൂടങ്ങളും പരസ്പരം തല്ലുകൂടാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അനാർക്കിയും കോൺഫ്ലിക്റ്റും ഉണ്ടാക്കാതെ പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ഒരു മ്യൂച്വൽ എയ്ഡ് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നും അദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഓരോരുത്തരും അവരവരുടെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടതെന്നാണ് അദ്ദേഹം പൊതുവെ പറഞ്ഞു വെക്കുന്നത്. ഈ ചിന്ത ആധുനിക ഒരു ബോർഡറുകളിലുള്ള മുസ്ലിം ഭരണകൂടത്തിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് പിന്നീട് വായിക്കുന്നതായും നമുക്ക് കാണാം. രണ്ടാമത് ഇബ്നു ഖൽദൂനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത കുറച്ചും കൂടി മറ്റൊരു തരത്തിലാണ്, ഒരു സോഷ്യോളജിക്കൽ
വ്യൂ പോയിന്റ് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ സമീപിച്ചത്. അസബിയ ഗ്രൂപ്പ് സോളിഡാരിറ്റി എന്നോ സോഷ്യൽ സോളിഡാരിറ്റി എന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ തരത്തിലേക്ക് വളരുകയാണെങ്കിൽ ഒരു സമൂഹത്തിന്റെ വളർച്ച ഉണ്ടാവുമെന്നും, അങ്ങനെയാണെങ്കിൽ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്, ഒരു നാഷൻ, രാഷ്ട്ര നിർമ്മാണം സാധ്യമാവുമെന്നും അദ്ദേഹം അത് ആ സമയത്ത് പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന എല്ലാ മൂല്യങ്ങളും ഒന്നിച്ചു പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിന് ഉത്ഥാനം ഉണ്ടാവുകയും, എന്നാൽ ആ മൂല്യങ്ങളിൽ ഏതെങ്കിലും തകരാൻ തുടങ്ങുകയാണെങ്കിൽ, പതനം സംഭവിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിന്റെ പതനം തന്നെ സംഭവ്യമാണെന്നും അദ്ദേഹം ഈ അസബിയ തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. ഇതൊക്കെയും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ടുണീഷ്യൻ, അന്തുലുസ് ഭാഗത്തുള്ള ബെർബർ ഗോത്ര വിഭാഗങ്ങളുടെ വളർച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തയെ ഒരുപക്ഷെ എല്ലായിടത്തേക്കും അപ്ലിക്കബിൾ ആവുകയില്ല എന്ന് പറയുന്ന ആധുനിക വിശദീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. എന്നാൽ പോലും 15-16 നൂറ്റാണ്ടുകളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ നല്ല ശതമാനം ചിന്തിച്ച രണ്ട് പേരെന്ന നിലയിൽ ഇദ്ദേഹത്തെയും നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയാണ്. നമ്മൾ ഇന്ത്യയിൽ മുഗൾ എംപയറുടെ കാലഘട്ടത്തിൽ ഒരു പുതിയ ദീന ഇലാഹി എന്ന് പറയുന്ന അക്ബറിന്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവിനെ അഖീദയുടെയും ഫെയ്ത്തിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും ശക്തിയോടുകൂടി ആ ഒരു ശക്തമായി നേരിടുകയും ഒബ്ജക്റ്റ് ചെയ്യുകയും പിന്നീട് ജഹാംഗീറിന്റെ കാലത്ത് തന്നെ അത് ഇല്ലാതാക്കുകയും, അതുപോലെ തന്നെ ആ സയ്യിദ് സർഹിന്ദി അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വാധീനം ജഹാംഗീറിന്റെ കാലത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് മതം, ഉലമ എങ്ങനെയാണ് ഉമറാക്കളുടെ കാലഘട്ടത്തിലേക്ക് കൂടുതൽ ബലവത്തായി മാറുന്നതെന്ന് നമുക്ക് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെയും ജഹാംഗീറിന്റെയും ചരിത്രം നോക്കിയാൽ കാണാം. ഇതേ വിഷയം തന്നെ സിയാസ ഷറഈയിൽ ഇബ്നു തൈമിയ ഉമറയിന്റെയും ഉലമാക്കളുടെയും പാരസ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം പണ്ഡിതന്മാർ ഭരണകൂടത്തെ നിർബന്ധമായും ഉപദേശിക്കണമെന്നും ഭരണകർത്താക്കൾ പണ്ഡിതന്മാരുടെ ഉപദേശം നിർബന്ധമായും കേൾക്കണമെന്നും അദ്ദേഹം ശക്തമായി അവിടെ സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ തരത്തിലുള്ള ഉലുൽ അംർ, അധികാരമുള്ളവരുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് ആ ഭാഗത്ത് കാണാം. മറ്റൊന്നാണ് ആധുനിക കാലഘട്ടത്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള ആൾക്കാർ കുറച്ചും കൂടി 19-ാം നൂറ്റാണ്ടുകൾക്കിപ്പുറം അവരെ ഒരു ആധുനികത ചിന്ത രൂപപ്പെടുന്നു. അതുപോലെ തന്നെ വെസ്റ്റേൺ പുതിയ കൺസെപ്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുന്നു. റിഫോമുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ രൂപപ്പെടുന്നതോടുകൂടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോമിനെ കുറിച്ച് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതേസമയം തന്നെ ഒരു റിലീജിയസ് ആയ ഒരു സെമി ഡിവൈൻ ഷാഡോ ഓഫ് ഗോഡ് എന്ന രീതിയിലുള്ള കൺസെപ്റ്റിനെക്കാളും അപ്പുറം അദ്ദേഹം ഒരു സിവിൽ അതോറിറ്റി, അൽ സുൽത്താനുൽ മദനിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഒരു തിയോക്രാറ്റിക് അല്ല, പകരം സിവിൽ അതോറിറ്റിയാണ് ഉണ്ടാവേണ്ടത് എന്നാണ് മുഹമ്മദ് അബ്ദു അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. കാരണം ഒരു റിലീജിയസ് അതോറിറ്റി എന്നതിനേക്കാളും അപ്പുറം ഒരു പാപ്പൽ അതോറിറ്റി, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഇൻഫാലിയബിൾ ആയ ഒരു കൺസെപ്റ്റിനേക്കാളും അപ്പുറം മാറ്റാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയെ കുറിച്ചിട്ടാണ് മുഹമ്മദ് അബ്ദു സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദുൽ ഖൗമി ഖാദിമുഹും, സമൂഹത്തിന്റെ ഭരണകർത്താവ് അവരുടെ സിവിൽ സെർവൻ്റ് ആണ് എന്ന രീതിയിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഡ്യൂട്ടിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ അവിടുന്ന് നിഷ്കാസനം ചെയ്യാനുമുള്ള വഴികൾ ഇസ്ലാമിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മുഹമ്മദ് അബ്ദു പ്രധാനമായും പറഞ്ഞു വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് ഒരു മാനസികമായ ഭൗതികമായ ഫ്രീഡം ഇല്ലാത്തിടത്ത് ഒരിക്കലും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം അസാധ്യമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ഡെമോക്രസി ആണെങ്കിൽ പോലും ഒരിക്കലും ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് അധികവും അരാജകത്വവും ഒരുപാട് ഏകാധിപതികളെയും സൃഷ്ടിക്കാൻ അത് സാധ്യമാവും. നമുക്കത് പല ഭാഗങ്ങളിലും, ഇന്ത്യ അടക്കമുള്ള ഭാഗങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു ആശയമാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പബ്ലിക് ഇൻട്രസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് എപ്പോഴും, ശരീഅത്ത് എപ്പോഴും പബ്ലിക് ഇൻട്രസ്റ്റിനെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീതി നടപ്പിലാക്കലിനാണ് ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറയുന്ന അദ്ദേഹം തന്നെ പൊതുവെ ഒരു സലഫി കാഴ്ചപ്പാടിന്റെ ഒരു ഉപജ്ഞാതാവും കൂടി ആയിരുന്നല്ലോ മുഹമ്മദ് അബ്ദു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈറന്റായ, ഡിസ്പോർട്ടായ ഭരണാധികാരി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രീതിയെ അംഗീകരിക്കൽ അനിവാര്യമാണ് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തനായ, എന്നാൽ ടൈറന്റ് ആണെങ്കിൽ പോലും
അദ്ദേഹത്തിൻ്റെ ഒരു അധികാരം അംഗീകരിക്കുന്നത് സമൂഹത്തെ കൂടുതൽ സംരക്ഷിക്കാനും പ്രിസർവ് ചെയ്യാനും സാധ്യമാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദു, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു ഈ ഖിലാഫത്തിനെ ഒരു ആധുനികരമായ ഒരു ലോകത്തിൽ നിന്ന് സംസാരിച്ച് അദ്ദേഹം പറയുന്നത് ഒരു ഇസ്ലാമിക നേഷൻസിൻ്റെ ഒരു ലീഗ് ഓഫ് നേഷൻ, നമ്മുടെ UN-ന്റെ ഒരു ചിന്തയുണ്ടല്ലോ, അതിൻ്റെ അത് അങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന രീതിയിലാണ് റഷീദുള്ള മുന്നോട്ട് വെച്ചത്. എന്നാൽ അബ്ദുൽ കരീം, ഇപ്പോൾ സമകാലികരായ അബ്ദുൽ കരീം ഇറാനി സ്കോളറായ അബ്ദുൽ കരീം സോറോഷ്, ടുണീഷ്യൻ നഹ്ല പാർട്ടിയുടെ ഫൗണ്ടറും ആധുനിക ഇസ്ലാമിക ചിന്തകനുമായ റാഷിദ് ഖന്നൂഷിയും അവരൊക്കെയും ഡെമോക്രസിയെ ഒരു ഷൂറ എന്ന നിലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൗല മദനിയ, ഒരു സിവിൽ സ്റ്റേറ്റ് ആണ് അനിവാര്യമെന്നും അത് ഇസ്ലാമിക റെഫറൻസോട് അതിനോട് ഇസ്ലാമിക റെഫറൻസ് ഉള്ള ഒരു ഫ്രെയിംവർക്ക് ഉള്ള ഒരു സിവിൽ സ്റ്റേറ്റ് ആണ് രൂപീകരിക്കപ്പെടേണ്ടതെന്നും അത് തിയോക്രസി എന്നതിനേക്കാളും അപ്പുറം ജനപ്രാതിനിധ്യമുള്ള ഒരു കൺസെപ്റ്റാണ് വേണ്ടതെന്നും റാഷിദ് ഖന്നൂഷി പറയുന്നത് കാണാം. കാരണം റാഷിദ് ഖന്നൂഷി തന്നെ പൊളിറ്റിക്കൽ പ്ലൂറലിസം, താദുദിയ സിയാസിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ, അത് മതഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ പ്രാതിനിധ്യമുള്ള ശബ്ദമുള്ള ഒരു ഭരണ സംവിധാനമാണ് അനിവാര്യമെന്ന് റാഷിദ് ഖന്നൂഷിയും ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂൻ അവർ അൽ ഇസ്ലാം ഹുവൽ ഹൽ, ഇസ്ലാമാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് സ്ലോങ്, അവരുടെ ആ ഒരു മുദ്രാവാക്യത്തിനേക്കാളും അപ്പുറം ഇപ്പോൾ പിന്നീട് അറബ് സ്പ്രിങ്ങിന് ശേഷം അവരുണ്ടാക്കിയ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയിൽ അവരുപയോഗിച്ച പദപ്രയോഗം തന്നെ അദ്ദൗല അൽ മദനിയ, സിവിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അത്രത്തോളം പൊളിറ്റിക്കൽ കൺസെപ്റ്റ് പോലും ഇഖ്വാനുൽ മുസ്ലിമീന്റെ ചിന്തയിൽ നിന്നും മാറ്റം വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് പറയാൻ കാരണം ഹസനുൽ ബന്ന ഒരു മൊത്തം ഉമ്മത്തിന്റെ ഒരു ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടാണ്, ഒരു ഏക സമൂഹം എന്ന രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത്. കുറച്ചും കൂടി വലുതായപ്പോൾ അവിടെ സയ്യിദ് ഖുതുബ് ജാഹിലിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമൂഹത്തിലുള്ള വിവിധ തരത്തിലുള്ള ജാഹിലിയത്തിനാണ് അദ്ദേഹം പറയുന്നത്. മൗലാന മൗദൂദിയുടെ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ ഖുർആനിൽ 4 തരത്തിലുള്ള ജാഹിലിയത്തിനെ പരാമർശിക്കുന്നത് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഹുക്കുമുൽ ജാഹിലിയ, അനിസ്ലാമികപരമായ നിയമങ്ങൾ. രണ്ടാമത് തബറുൽ ജാഹിലിയ, സദാചാര ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 3 ഹമിയത്തുൽ ജാഹിലിയ, എല്ലാ തരത്തിലുള്ള വൈരം, വിദ്വേഷം, കമ്മ്യൂണലിസം, സെക്ടേറിയനിസം, ഇതൊക്കെയും ജാഹിലിയത്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. 4 ലൊന്നുൽ ജാഹിലിയ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മാൻമേഡ് ചിന്തകളുടെ ജാഹിലിയത്ത്, പകരം ഇസ്ലാമാണ്. ഇതിനൊക്കെയും ഈ 4 ജാഹിലിയത്തിനും പകരം ഇസ്ലാമാണെന്നാണ് അദ്ദേഹം സമർപ്പിച്ചത്. ഈ ചിന്തയെ സയ്യിദ് ഖുതുബ് അറേബ്യൻ നാടുകളിൽ ശക്തമായ ഒരു സാമൂഹിക വിമർശനത്തിന് ഉപയോഗിക്കുകയും ആ ഭരണകൂടങ്ങളെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ വിമർശന വിധേയമാക്കുകയും ചെയ്യുന്നത് കാണാം. എന്നാൽ അതിൽ നിന്നും വളർന്നു വന്ന ഇപ്പോഴുള്ള ഇഖ്വാൻ മുസ്ലിമൂന്റെ നേതാക്കന്മാരും പാർട്ടികളുമെല്ലാം ഒരു സിവിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നതും കാണാം. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സ്കോളറായ, എന്നാൽ ഇസ്ലാമിക് സ്റ്റഡീസിലെ പ്രമുഖനായ വൈൽ ഹലാഖ്, അദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് അതൊരിക്കലും ആധുനിക മോഡേൺ സ്റ്റേറ്റ് നാഷണൽ സ്റ്റേറ്റ് സംവിധാനമായി ഒരിക്കലും ഒത്തുപോരാൻ കഴിയുകയില്ല. കാരണം നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജന്മനാ തന്നെ അത് കൂടുതലും വയലൻസിൽ, അനാർക്കിയിലും അതുപോലെ തന്നെ ഹിംസയിലും അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ മോറൽ സ്ട്രക്ചർ എന്നതിലേക്ക് ചേർത്ത് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് കാണാൻ. എന്നാൽ അതിന് മറുപടിയായിട്ടൊക്കെ പണ്ഡിതന്മാർ സ്റ്റേറ്റ് തന്നെ ആ തരത്തിലാവണമെന്നും ഇല്ല എന്നും സ്റ്റേറ്റിനെ തന്നെ ഇസ്ലാമികമായി വളർത്തിയെടുക്കാനും ആ തരത്തിൽ ജസ്റ്റിസോടുകൂടി നടപ്പിലാക്കാൻ കഴിയുമെന്നുമെല്ലാം റാഷിദ് ഖന്നൂഷിയൊക്കെ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാം. ഈ തരത്തിലാണ് ഒരു ആധുനിക ചിന്തയുടെ ഒരു ഇവല്യൂഷൻ പോലും ഉണ്ടാവുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നത് ഷിയ സുന്നി പൊളിറ്റിക്കൽ തോട്ട്സിന്റെ ചില ഡിഫറൻസും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ 2 പ്രധാന ഘടകങ്ങൾ, ഒന്ന് സുന്നി പൊളിറ്റിക്കൽ, മറ്റൊന്നും ഷിയ പൊളിറ്റിക്സ് തോട്ടുമാണ്. അതിൽ പ്രധാനമായും സുന്നി പൊളിറ്റിക്കൽ തോട്ടിൽ ഖലീഫ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഷിയ പൊളിറ്റിക്കൽ തോട്ടിൽ ഇമാമത്താണ് അവർ പ്രധാനമായ ബന്ധം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഉത്തരാധികാരിയായി ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാദം ആണ് ഇമാമത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് എന്നതിനേക്കാളും ഷിയ പൊളിറ്റിക്കൽ തോട്ടിൽ ഇമാമത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ് പ്രാധാന്യമുള്ളത്. മറ്റൊന്ന് സുന്നി പൊളിറ്റിക്കൽ തോട്ടിൽ ഈ ഭരണത്തിന്റെ തെരഞ്ഞെടുപ്പ് അതൊരു ഒരു തരത്തിലുള്ള ഇലക്ഷനിലൂടെ
അവിടെയുള്ള ജനങ്ങളുടെ ഒരു ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങളിലൂടെയും പ്രതിജ്ഞാ രീതിയിലൂടെയുമാണ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ലെജിറ്റിമസിയുടെ സോഴ്സുകൾ രൂപപ്പെടുന്നത്. എന്നാൽ ഈ ഷീ പൊളിറ്റിക്കൽ തോട്ടിൽ ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ആണ്. കാരണം ആ ഇമാമത്തിന്റെ, നബി കുടുംബത്തിന്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ, അഹ്ലുബൈത്തിന്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ അവരത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊന്ന്, ഇതിന്റെ ഒരു അതോറിറ്റിയെ കുറിച്ച് പറയാം. അതായത് ഒരു ഭരണകർത്താവ് അക്രമിയാവണമെങ്കിൽ അയാളെ മാറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ അക്രമിയെ മാറ്റുന്നത് പ്രത്യേകിച്ച് നമുക്കത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ കൂടുതൽ കാണാം. കാരണം ഷെയ്ഖുൽ ഇസ്ലാം, അവിടുത്തെ മതകാര്യ വകുപ്പിന്റെ പണ്ഡിതൻ, നേതൃത്വം ഖലീഫയെ തന്നെ മാറ്റുവാൻ പറ്റുന്ന തരത്തിൽ ഫത്വ പുറപ്പെടുവിക്കുകയും അങ്ങനെ ഖലീഫയെ മാറ്റുകയും അദ്ദേഹത്തിന്റെ പുതിയ ആളിനെ നിയമിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉസ്മാനി പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാം. അത്രത്തോളം മാറ്റാൻ പറ്റുമെന്നാണ് സുന്നി പൊളിറ്റിക്കൽ തോട്ടിൽ പറയുന്നതെങ്കിൽ, ഇത് ഈ ഒരു ഇമാമത്ത് കൺസെപ്റ്റിൽ ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിനെ അവർ സമ്മതിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ ആധുനിക ഇപ്പോഴുള്ള പാകിസ്ഥാൻ അടക്കമുള്ള, സുഡാൻ അടക്കമുള്ള, സൗദി അറേബ്യ അടക്കമുള്ള എല്ലാം വ്യത്യസ്ത രീതിയിലാണ് ഭരിക്കുന്നത്. അതായത് ചിലയിടത്ത് മൊണാർക്കികളുണ്ട്, ചിലയിടത്ത് പാകിസ്ഥാൻ അടക്കമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നാണല്ലോ. അങ്ങനെ വിവിധ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ, പലതരത്തിലുള്ള ഭരണ സമ്പ്രദായങ്ങൾ മുസ്ലിം നാടുകളിൽ ഉണ്ട്. അതിനൊക്കെയും ഒരു നിയമ സാധു നൽകുന്ന പണ്ഡിതാഭിപ്രായങ്ങളും നമുക്ക് കാണാം. കാരണം മുലൂക്കിയത്ത് എന്നത് തെറ്റല്ല എന്ന് കരുതുന്ന സലഫി പണ്ഡിതന്മാരുണ്ട്. അവിടെ ജസ്റ്റിസും നടപ്പിലാക്കുകയും അള്ളാഹുവിൻ്റെ ഇബാദത്തിന് നടപ്പിലാക്കാൻ പറ്റുന്ന നിയമ സംവിധാനം ഒരുക്കി കൊടുക്കുകയും ഖുർആനെയും സുന്നത്തിനെയും സംരക്ഷിക്കുകയാണെങ്കിൽ അത് നല്ല ഭരണമാണെന്ന് കരുതുന്ന ഒരു സലഫി പൊളിറ്റിക്കൽ തോട്ടും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് നേരെ വിരുദ്ധമായി, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായി, വിലായത്തെ ഫഖീഹ്, ഒരു ഫഖീഹിന്റെ, നിയമജ്ഞന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം രൂപപ്പെടണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇമാം ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിൽ രൂപപ്പെട്ടത്. അതിന് വിലായത്തെ ഫഖീഹ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മൗലാന മൗദൂദിയുടെ തിയോ ഡെമോക്രസിയും കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കുന്ന, എന്നാൽ ഒരു പൊളിറ്റിക്കൽ സൊവേനിറ്റി, ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സൊവേനിറ്റി നേതൃത്വത്തിലുള്ള ഒരു ഇലക്ഷനിലൂടെ ഭരണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് മൗലാന മൗദൂദി അവസാനമായും പറഞ്ഞു വെച്ചത്. അതൊരിക്കലും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഇതൊരിക്കലും മതരാഷ്ട്രമല്ല, പകരം അള്ളാഹു എന്ന് പറയുന്നതിന് അപ്രമാദിത്വം അത് സുന്നി ആവട്ടെ ഷിയ ആവട്ടെ ആരും തള്ളിക്കളയുന്നില്ല. പകരം ആ അപ്രമാദിത്വത്തെ, നീതിയെ നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭരണത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അനിവാര്യമെന്നും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ ഡെമോക്രസി അപ്ലിക്കബിൾ ആണെന്നും ഡെമോക്രസിയുടെ താത്വികമായി ജനങ്ങളുടെ അപ്രമാദിത്വം എന്നതിനേക്കാളും അപ്പുറം അള്ളാഹുവിൻ്റെ അപ്രമാദിത്വമാണ് വേണമെന്നും, എന്നാൽ ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്നത് അത് നല്ലതാണെന്നും അത് ഷൂറയ്ക്ക് ഉപകാരമാകും എന്നും മൗദൂദി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒരു മുന്നോട്ട് പറഞ്ഞു വെക്കുന്ന ഒരു ജമാഅത്തെ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുള്ള ഒരു കളക്റ്റീവായ ഖിലാഫത്ത്, അതായത് ജുംഹൂരി ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കളക്റ്റീവായ ഖിലാഫത്താണ് വേണ്ടത്. ആ കളക്റ്റീവായ ഖിലാഫത്തിൽ ഡെമോക്രാറ്റിക് പ്രോസസ്സ് സാധ്യമാണ് എന്ന രീതിയിലും മൗദൂദി സാഹിബ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തരത്തിൽ വളരെ വ്യത്യസ്തമായ ചർച്ചകളിലൂടെ വളർന്നു വരുന്ന, ഇപ്പോഴും വികസിക്കുന്ന പൊളിറ്റിക്കൽ ചിന്തയാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വെച്ചത്. ഇനിയും വികസിക്കേണ്ടതുണ്ട്. ആ നാഷണൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ വയലാഖിനെ പോലുള്ള കാഴ്ചപ്പാടും അല്ലെങ്കിൽ റാഷണൽ കൺവെൻഷനെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ കൂടുതൽ അവലോകനം ചെയ്യുന്ന ഒവാമിർ അഞ്ജുമിൻ്റെയും സൽമാൻ സയ്യിദിൻ്റെയും പോലുള്ള കാഴ്ചപ്പാടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആധുനിക ഇസ്ലാമിക രാഷ്ട്രീയ തത്വചിന്ത, ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഒരു വളർച്ചയും വികാസവും അതിൻ്റെ ഒരു സമ്പന്നതയും, ചിന്തകളാലും അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.